ഞാന് കൃഷിയെ പറ്റി പഠിക്കാൻ പാലക്കാട് പോയപ്പോൾ അവിടെ തന്നെ 100-200 കർഷകരെ വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടു. അപ്പൊ അവരെന്നോട് പറഞ്ഞതുണ്ട്, ഒരു കൃഷി ഇറക്കി കഴിഞ്ഞാല് കൃഷി ഇറക്കുന്നതിന് മുമ്പ് പണ്ടം എന്ന് അവര് സ്വർണത്തിന് പറയുന്നത്, സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച പണം കൊണ്ടാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ല് വിൽക്കുമ്പോൾ പണ്ടമൊക്കെ തിരിച്ചെടുക്കും. വീണ്ടും കൃഷി ഇറക്കാൻ നേരത്ത് അന്ന് ഈ പാരി റെസീറ്റ് ഷീറ്റ് ഒന്നും ഇല്ല. അന്ന് ഗവൺമെന്റ് നേരിട്ട് പണം കൊടുത്താണ് നെല്ല് സംഭരിച്ചിരുന്നത്. അങ്ങനെ അവര് വളരെ സന്തോഷമായിട്ടാണ് കർഷകർ അന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ അവർക്ക് നെല്ല് സംഭരിക്കുന്നതിന്റെ പണം പാരി റെസീറ്റ് ഷീറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, പണമായിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഈ സ്വർണ്ണ പണ്ടം പണയം വെക്കലോ തിരിച്ചെടുക്കലോ നടക്കില്ല. അത് പണമായിട്ട് കിട്ടിയാലല്ലേ അവർക്ക് പോയി പണയം വെച്ച സ്വർണം എടുക്കാനൊക്കെയുള്ളൂ. പിന്നെയും കൃഷി ഇറക്കാൻ നേരത്തെ ആ സ്വർണം പണയം വെക്കാനൊക്കെയുള്ളൂ. ഇത് പാലക്കാട്ടെ അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ പാലക്കാട്ടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അവരിത് കേൾക്കുമ്പോൾ അത് ഓർക്കും.